ടി ജി, ബംഗാളിൽ കടുത്ത യുദ്ധമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, ജനാധിപത്യ യുദ്ധം, അടി തിരിച്ചടി. മാത്രമല്ല കേന്ദ്രസേന ഇറക്കിയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചുകൂടി ഒരു സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പം നടക്കുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മമതയ്ക്കുണ്ടെന്നും തോന്നുന്നു. അപ്പോൾ പൊതുവേ ഈ ബംഗാളിലൊരവസ്ഥയെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? അതെ, ബംഗാളിൽ BJPക്ക് ഞാൻ നല്ല ചാൻസ് കാണുന്നു. അതിൻ്റെ കാരണം 92% പോളിംഗ്, 92.91 അങ്ങനെ നീക്കിയായിരുന്നു. അത് അല്ല 91.91, അത് 92 ആകും, 92 92.5 ഒക്കെ ആകും. അത് വലിയൊരു കാര്യമാണ്. ഈ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നത് ഭരണകക്ഷിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ്. ഇവനെ ഇറക്കിയിട്ട് ബാക്കി കാര്യം എന്ന് പറഞ്ഞ് ആൾക്കാർ പോയി വോട്ട് ചെയ്യുന്നു, അങ്ങനെ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നു. ഇതായിരുന്നു ഒരു അക്സെപ്റ്റഡ് നോം, അത് സത്യവുമായിരുന്നു. തെരഞ്ഞെടുപ്പിലെല്ലാം അത് റിഫ്ലക്റ്റ് ചെയ്തിരുന്നു. ഏകദേശം 2010 വരെ. 2010 കഴിഞ്ഞപ്പോൾ ഒരുപാട് രാഷ്ട്രീയക്കാർ ഇതിനെ ചലഞ്ച് ചെയ്തു, എന്ന് വെച്ചാൽ ഡിസ്പ്രൂവ് ചെയ്തു. അങ്ങനെയല്ല, ആൻറ്റി ഇൻകംബൻസിക്ക് മാത്രമല്ല പോളിംഗ് ശതമാനം കൂടുന്നത്, ഇൻകംബൻ്റ് സർക്കാരിനെ ഇയാൾ തന്നെ മതി എന്ന് പറഞ്ഞിട്ടും ആൾക്കാർ ഭീകരമായിട്ട് വോട്ട് ചെയ്യും. അങ്ങനെ തെളിയിച്ചു. അങ്ങനെ തെളിയിച്ചതിൽ ഒരാൾ നമ്മളുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ രാവിലെ എന്ന് പറഞ്ഞിട്ട് രാവിലെ ഒരു 10 മണിക്ക് മുമ്പ് 32% മറ്റോ എത്തി പോളിംഗ്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞു ഇങ്ങരുടെ കഥ. പക്ഷെ തിരിച്ചായിരുന്നു. അപ്പോൾ ആ ഇക്വേഷൻ തിരിഞ്ഞു. ഇപ്പോൾ പോളിംഗ് ശതമാനം വർദ്ധിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഭരണകക്ഷി ഇറങ്ങിപ്പോകുമെന്നോ പ്രതിപക്ഷം കയറി വരുമെന്നോ ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥയാണ്. ബട്ട് ബംഗാളിലെ കാര്യം ഡിഫറൻ്റാണ്. മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല. 84% മമത ആദ്യം ജയിക്കുമ്പോൾ, 84 പോയിൻറ്റ് സംതിങ് ആയിരുന്നു, അവർ ജയിച്ചു. പിന്നെ അത് 85 പോയിൻറ്റ് സംതിങ് ആയി അവർ ജയിച്ചു. വീണ്ടും 84 പോയിൻറ്റ് സംതിങ് ആയി അവർ ജയിച്ചു. അപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് അവർ ജയിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തവണ ഈ SIR കാരണം ഒരു 1-1.5% പോളിംഗ് കൂടി എന്ന് പറയാം. SIR കൊണ്ട് പോളിംഗ് കൂടുമല്ലോ. കാരണം 100 പേര് വോട്ട് ചെയ്തു, 100 വോട്ടർമാരുണ്ട്, അതിൽ 90 പേര് വോട്ട് ചെയ്ത് 90%. ഇതിനകത്ത് 10 ഫേക്ക് വോട്ടർമാരായിരുന്നു, അവർ നമ്മൾ മാറ്റി 90 ഈ 90 പേര് നേരത്തെ വോട്ട് ചെയ്ത് സത്യസന്ധമായിട്ട് അവരിൽ 80 പേര് വോട്ട് ചെയ്തു. അപ്പോഴും ഏകദേശം 99-81 അങ്ങനെ ഒരു 80% നിൽക്കും. അതാണ് ഇത് നമ്മുടെ SIR വരുമ്പോൾ പെർസെൻറ്റേജ് കുറയാനുള്ള സാധ്യത. പക്ഷേ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ കൃത്യമായിട്ട് ഫിറ്റാവുന്നില്ല. ആ ഉദാഹരണം 10% വ്യത്യാസമൊന്നും വരില്ല, 1-1.5. അത് പോയി കഴിഞ്ഞാൽ ബാക്കി ആരാണ് വോട്ട് ചെയ്തത്? അവിടെ വോട്ട് ചെയ്യാൻ ആളുകൾക്ക് പേടിയായിരുന്നു. ഇത്തവണ ഇലക്ഷൻ കമ്മീഷൻ 2-3 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, കേന്ദ്രസേന ഇറക്കി 2.5 ലക്ഷം എന്ന് പറയുന്നത് കേട്ടോ. മമതാ ബാനർജിയുടെ അലിഗേഷനാണ്, എത്രയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അവർ പറയുന്നത് 2.5 lakhs കേന്ദ്രസേന ഇറക്കുന്നു. ബട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്രസേനയാണ്. അവിടെ ഒരു കള്ളത്തരവും ഒന്നും അനുവദിക്കുകയില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കേന്ദ്രസേനയാണ്, ബംഗാളികൾ പോലും അല്ല. അപ്പോൾ അവർ ബൂത്തിൻ്റെ മാനേജ്മെൻറ്റ് കംപ്ലീറ്റ് അവരുടെ കയ്യിലാണ്. നമ്പർ 2, ഈ മോട്ടോർ സൈക്കിൾ റാലി നിരോധിച്ചു. തെരഞ്ഞെടുപ്പിന് ഒരു 3 ദിവസം മുമ്പ് തന്നെ മോട്ടോർ സൈക്കിൾ റാലി നിരോധിച്ചു. മോട്ടോർ സൈക്കിളിൽ പില്യൻ റൈഡറിനെ നിരോധിച്ചു. മോട്ടോർ സൈക്കിളിൽ ഒരാളെ പറ്റുള്ളൂ, ആ രീതിയിലാക്കി. അപ്പോൾ TMCയുടെ ഒരു പരിപാടിയായിരുന്നു ഈ മോട്ടോർ സൈക്കിളിൽ പോയി ആൾക്കാരെ ഭീഷണിപ്പെടുത്തുക. ചെറിയ ഗലിയിലൊക്കെ മോട്ടോർ സൈക്കിളിൽ കയറി ചെല്ലുള്ളൂ, വണ്ടിയൊന്നും കയറി ചെല്ലും. പിന്നെ 2 ആൾ മതി ഭീഷണിപ്പെടുത്താൻ. ഒരു ഗലിയുടെ ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ ചെറിയൊരു
കട പാനൊക്കെ വിൽക്കുന്നു. അവിടെ ഈ മോട്ടോർ സൈക്കിൾ നിർത്തിയിട്ട് ഇവർ ചുമ്മാ അവിടെ നിൽക്കും. അതിലെ ഒരു മനുഷ്യൻ വോട്ട് ചെയ്യാനായിട്ട് പുറത്തിറങ്ങുന്നില്ല. ഇതൊക്കെയായിരുന്നു ഇവരുടെ പരിപാടി. അപ്പോൾ അത് കുറേ അധികം, ഇതുകൊണ്ടൊന്നും കുറയൊന്നൊന്നുമല്ല, നിന്നു പോകുമെന്നല്ല, കുറേ അധികം TMCയുടെ ഇത്തരം ബലപ്രയോഗം. ഇത് വലിയ കാര്യമല്ല കേട്ടോ. ഇത് CPM ചെയ്തുകൊണ്ടിരുന്നു. CPM പോയപ്പോൾ അവരെല്ലാം മമതയുടെ കൂടെ കൂടി അവർക്ക് ഈ ടെക്നിക്ക് വളരെ സ്വാഭാവികമായിട്ട് ചെയ്യാനറിയാം. അപ്പോൾ ഇത്തരം നിയന്ത്രണങ്ങളൊക്കെ വന്നതോടെയാണ് ഈ പോളിംഗ് ശതമാനം വർദ്ധിച്ചത്. പ്രത്യേകിച്ചും ഈ ഒരു അമ്മൂമ്മ, ഒരു 84 വയസ്സുണ്ട്, അവർക്ക് 2 പേരാണ് അവരെ താങ്ങി പിടിച്ചിരിക്കുന്നത്. വോട്ട് ചെയ്തിട്ട് ഇറങ്ങി വരുന്നു. TV-കാർ ചോദിക്കുന്നു, അമ്മ ഇത്ര പ്രയാസപ്പെട്ട് ഇവിടം വരെ വന്ന് വോട്ട് ചെയ്യാൻ എന്താ കാര്യം? വളരെ ആവശ്യതയാണ് പാവത്തിൽ. അപ്പോൾ അവർ പറഞ്ഞു, ശാന്തി ചായി, സമാധാനം വേണം, കിടക്കപ്പുറതി വേണം. ദിവസവും ആട്ടിപ്പിട്ടി ബഹളം. അതിലെ ആളോട് ഈ പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നു. ആ കൂടെ ആ അമ്മൂമ്മയ്ക്ക് മനസ്സമാധാനമില്ല. അതുകൊണ്ട് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ 2 പേര് പിടിക്കിടാൻ പിള്ളേരെ എന്നെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന് വോട്ട് ചെയ്തു. അപ്പോൾ അതൊരു സിമ്പലാണ്. ഈ ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് 90കളിലാണ്. അപ്പോൾ ബംഗാളിലെ ബസ്സിൽ നമ്മളുടെ ഇവിടുത്തെ പോലെയല്ല, ആണും പെണ്ണും ഇടകലർന്നിരിക്കാം. സ്ത്രീകളിരിക്കുന്ന സീറ്റിൽ തന്നെ നമുക്കും ഇരിക്കാം. ഞാൻ ഈ കേരളത്തിൻ്റെ ഹാങ് ഓവർ ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ ഇരുന്നിട്ടില്ല കേട്ടോ. പക്ഷെ എല്ലാവരും ഇരിക്കുന്നൊക്കെ ഉണ്ട്. എനിക്കും വേണമെങ്കിൽ ഇരിക്കാം. പക്ഷെ എൻ്റെ ഒരു ചോയ്സ് വേണ്ട, കാരണം നമ്മൾ കേരളത്തിലെ ശീലവുമായിട്ടാണ്. അപ്പോൾ എനിക്ക് മുമ്പിലിരുന്ന സീറ്റിലൊരു സ്ത്രീയുണ്ട്, ഒരു പുരുഷനുണ്ട്. പെട്ടെന്ന് ഒരു നിമിഷം ഈ ബസ് ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഈ സ്ത്രീ, കൽക്കട്ട നഗരത്തിലാണ്, നമ്മളുടെ ഹൂഗ്ലി നദിക്കൊക്കെ അസാമാന്യ ബിസി, ചൗരങ്കിയൊക്കെയുള്ള ഏരിയ. അപ്പോൾ ഈ സ്ത്രീ അതിഭയങ്കരമായിട്ട് ചൂടാകുന്ന ഒരു അടിയും വെച്ച് കൊടുത്തു അയാൾക്ക്. അയാൾ ചാടി എണീറ്റു. എൻ്റെ ഒപ്പം ഇരുന്ന ആൾ അവിടെ നിന്ന് 3-4 പേര് വന്നിട്ട് ഇയാളെ കൈവച്ചു. വലുതായിട്ട് അടിച്ചില്ല, പക്ഷേ അടിയാണ്, ഇങ്ങനെ ഒന്ന് തള്ളുക, അടിക്കുക, അങ്ങനെ ചെയ്തു. ബസ് ഒരു സൈഡിൽ ഒതുക്കി അയാളെ ഇറക്കി വിട്ടു. ഇപ്പം ഞാൻ ഈ സംഭവം എന്താണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യാം, പക്ഷേ സ്ത്രീകളെ തൊടാനൊന്നും പാടില്ല. ഇവനങ്ങനെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ആ സെക്കൻഡിൽ അടിയാണ്. പോലീസ് സ്റ്റേഷനിൽ പോകുക. നമ്മളുടെ ഇവിടെ ഉണ്ടല്ലോ, പോലീസിൽ എന്തുകൊണ്ട് പോയില്ല, അവിടെ പോകാൻ മനസ്സില്ല, ഞങ്ങൾ തീർത്തോളാം ഈ കേസ്, ഇതാണ്. അപ്പോൾ അത്രയ്ക്ക് സ്ത്രീകളോട് ബഹുമാനം കാത്തു സൂക്ഷിച്ചിരുന്നു. ഞാനീ പറയുന്ന സമയത്ത് അവിടെ ഭരിക്കുന്നത് ജ്യോതിബാസുവാണ്, CPM ആണ്. ബട്ട് സ്ത്രീകളോട് ഒരു പരിഗണന ആ സമൂഹം വെച്ചിരുന്നു. അത് ബംഗാൾ മൊത്തം ഉണ്ടായിരുന്നു. ബംഗാളിൽ തന്നെ ഈ ദേവി ആണ്, ദുർഗയാണ് അവരുടെ, അല്ലാതെ വിഷ്ണുവോ കൃഷ്ണനോ ക്ലിക്ക് ചെയ്യില്ല അവിടെ. ശരണം അയ്യപ്പ എന്നൊക്കെ പറഞ്ഞ് എന്താ എന്ന് ചോദിക്കും. അവരുടെ ദുർഗയാണ്, കാളി, ഇതൊക്കെയാണ്. അപ്പോൾ അവർ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തിരുന്നു. അത് പോയിട്ട് മമതയുടെ കാലത്ത് സംഭവിച്ചു. RG കാർ അത് സംഭവിച്ചു, ശരി. അപ്പോൾ ആ കുറ്റവാളികളെ സംരക്ഷിക്കാനായിട്ട് ഇവർ കാണിക്കുന്ന തത്രപ്പാടുണ്ടല്ലോ. സന്ദേശ് ഖാലിയിൽ കൂട്ടബലാത്സംഗം നടന്നു. കൂട്ടബലാത്സംഗത്തിൻ്റെ ഉത്തരവാദി TMCയുടെ നേതാവാണെന്ന് പച്ചയ്ക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും അയാളെ സംരക്ഷിക്കാൻ, പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നിട്ട് വോട്ടൊക്കെ ചെയ്ത് കേട്ടോ ആൾക്കാർ മമതയ്ക്ക്. ബട്ട് ഇതിങ്ങനെ ക്യുമുലേറ്റീവായിട്ട് വന്നിട്ട് മമത ഒരു സ്ത്രീ വിരുദ്ധയാണ്, അല്ലെങ്കിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല ഇവരുടെ കീഴിൽ. അവരുടെ ആൾക്കാരാണ് ഉപദ്രവിക്കുന്നതെങ്കിൽ അവർ ആ ആൾക്കാരെ സംരക്ഷിക്കും, ഈ സ്ത്രീയെ സംരക്ഷിക്കില്ല. ഇങ്ങനെ ഒരു മെസ്സേജ് പോയിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് ക്രമസമാധാനത്തിനുള്ള വോട്ടാണ് ആൾക്കാർ ചെയ്തിരിക്കുന്നത്. ആ അമ്മൂമ്മയാണ് ബംഗാളിൻ്റെ പ്രതിനിധി. അവർ പറഞ്ഞു ശാന്തി, മനസ്സമാധാനം വേണമല്ലോ, പട്ടിണിയെങ്കിലും അടിപിടിയും ബഹളവും ഇല്ലാതെ കിടക്കണ്ട എവിടെയെങ്കിലും, അതിന് വേണ്ടിയിട്ട്. ഇത് മമത ഒരിക്കലും സ്വൈര്യം കൊടുത്തിട്ടില്ല ബംഗാളിന്. എപ്പോഴും അടിപിടി, എന്തിനും അടിപിടി.
കേന്ദ്രസേന വന്നാൽ അടിപിടി, പോയാൽ അടിപിടി. ചീഫ് സെക്രട്ടറിയെ വിളിപ്പിച്ചു, അതിനടി. ചീഫ് സെക്രട്ടറി വരണ്ടെന്ന് പറഞ്ഞു, അതിനടി. കേന്ദ്ര സർക്കാർ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിനടി. ഒടുവിൽ സുപ്രീം കോടതിയിൽ പോയി ഷൈൻ ചെയ്യും. എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവരുണ്ടാക്കുന്നത്. അപ്പോൾ ആളുകളുടെ മെൻ്റൽ ബാലൻസ് തന്നെ നശിപ്പിക്കുന്നു. ഈ സ്ത്രീക്കോ ടെൻഷൻ, അവരെപ്പോഴും ടെൻഷനിലാണ്. ശ്രദ്ധിച്ചിട്ടില്ല, അവർ നിന്ന് പ്രസംഗിക്കാറില്ല, നടന്നേ പ്രസംഗിക്കുകയുള്ളൂ. വാട്ട് ഡസ് ഇറ്റ് ഷോ? നമ്മൾ ടെൻഷനിലാകുമ്പോഴാണ് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്, അല്ലേ? അതെ. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഇയാളെന്ത് ഈ വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? പിന്നെ പൊന്നിയേട്ടാ, എൻ്റെ തലയ്ക്ക് തീ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. മനുഷ്യൻ ടെൻഷൻ കയറുമ്പോൾ നടക്കും. അത് നമ്മളുടെ ശരീരത്തിൻ്റെ ഒരു മെക്കാനിസമാണ് ഫോർ റെഡ്യൂസിങ് ദ ടെൻഷൻ. അന്യോന്യം നടക്കുന്നത്. മമത ഈസ് അണ്ടർ പെർപ്പച്വൽ ടെൻഷൻ. അതുകൊണ്ട് സ്റ്റേജിൽ അവർ നടക്കും, നിന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. നടക്കും, അതിനിടയ്ക്ക് നിൽക്കും, സംസാരിക്കും, നടന്നുകൊണ്ട് സംസാരിക്കും, തിരിച്ചു വരും. ഒരു 35 അടിയെങ്കിലും വേണം അവർക്ക് സ്റ്റേജ്. അതിലാണ് പെർഫോമൻസ് അവരുടെ. മമതയുടെ ചിരിക്കുന്നൊരു ഫോട്ടോ വായിച്ചത് കണ്ടിട്ടുണ്ടോ? മമത ഹൃദ്യമായിട്ട് ചിരിക്കും. ഒരു സ്ത്രീയല്ലേ, ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ആരോടെങ്കിലും ഒരു സ്നേഹം, കരുണയൊക്കെ തോന്നിയിട്ട് ഒരു പുഞ്ചിരി മുഖത്ത് ഇല്ല. കാരണം ടെൻഷനാണ്, എപ്പോഴും ടെൻസാണ്, എപ്പോഴും ഒരു ശത്രുവിനെ നോക്കിയിരിക്കും. ഒരു കോമ്പാറ്റീവ് മൂഡിലാണ്. വായിച്ചത്ത് കാണാൻ പോയ വായിച്ചത്ത് വാടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ, എന്തിനാണിത്, ആരോടാണ് ഈ ദേഷ്യം? അപ്പോൾ അത് വല്ലാതെ ജനങ്ങളെ, അത് ഇപ്പോൾ 15 വർഷമായി അത് സഹിക്കുന്നതിനൊരു പരിധിയില്ല. ഗുണ്ടായസമാണെങ്കിലും എന്താണെങ്കിലും കള്ളവോട്ടാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ജനം അങ്ങോട്ട്, ഇതിപ്പോൾ പല ആദ്യത്തെ ഫസ്റ്റ് ഫേസ് വോട്ടിങ് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു 10-15 സീറ്റ് 50,000-നും 1,00,000-ത്തിനൊക്കെ TMC ജയിച്ചിട്ടുണ്ട്. അസംബ്ലി സീറ്റ് 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. പക്ഷേ ഈ സുനാമി തിരിഞ്ഞങ്ങ് അടിക്കുമ്പോഴുണ്ടല്ലോ, ഈ 1,00,000 വോട്ടിന് ജയിച്ച ആൾ 1,00,000 വോട്ടിന് തോറ്റതായിട്ട് നമുക്ക് അനുഭവമുണ്ട്. അതാണ് ഇലക്ഷനിൽ ഒരു തരംഗമോ സുനാമിയോ അടിക്കുമ്പോഴുള്ള അനുഭവം. ഉണ്ടായി ഫസ്റ്റ് ഫേസിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. സെക്കൻഡ് ഫേസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ഫാക്ടർ കൂടെയുണ്ട്. ഈ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് അവർ 7 പേര് മാറിയല്ല, അത് ബംഗാളിനെ തീർച്ചയായിട്ടും അഫക്റ്റ് ചെയ്യും. TMCയിൽ തന്നെ BJP വരാനൊന്നും പോകുന്നില്ല, ഞാൻ ഇത്തവണയും TMCക്ക് വോട്ട് ചെയ്യാം എന്ന് വിചാരിക്കുമ്പോഴാണ് ഈ സംഭവം. BJP കയറി വരികയാണ് കേട്ടോ. അവിടെ കൂറുമാറ്റമോ അതിൻ്റെ എത്തിക്സോ ഒന്നുമല്ല. വിന്നിങ് ചാൻസ്. BJP ഈസ് കേപ്പബിൾ ഓഫ് വിന്നിങ് ബംഗാൾ. When they have won in Delhi, they have managed to bring MPs from ആം ആദ്മി പാർട്ടി. എന്തുകൊണ്ട് ഇവിടെ ആയിക്കൂടാ? ഈ ഫാക്ടേഴ്സ് എല്ലാം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് വളരെ ശക്തമായ സാധ്യത BJPക്ക് ഞാൻ കാണും. അവിടെ CPM-ൻ്റെ ഉയർന്നു വരികയാണെന്നൊക്കെ ഇത് കേരളത്തിലെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ CPM-ൻ്റെ പത്രങ്ങളുമൊക്കെ അങ്ങനെ പ്രചാരണം നടത്തുന്നുണ്ട്. CPM-ൻ്റെ ആ ഉയർന്നു വരവ് കേരളത്തിൽ കാണിക്കുന്നില്ല, മീഡിയ കാണിക്കുന്നില്ല എന്നൊക്കെ, മനഃപൂർവ്വം കാണിക്കുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. CPM-ൻ്റെ ഒരു കൊടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് 10 കൊടിയായിട്ട് കാണിക്കണം കേരളത്തിലെ മാധ്യമങ്ങൾ. അത്രയധികമാണ്. അത് CPM-നോടുള്ള സ്നേഹമല്ല, BJPയോടുള്ള വിരോധമാണ്. ഒരു ഹിന്ദു വിരോധം ഇൻബിൽറ്റ് ആയിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് അവിടെ CPM-നെ പുകഴ്ത്തിയാലാണ് BJPയെ ഇത് ചെയ്യാൻ പറ്റുക. കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് ഇത് ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു രക്ഷയില്ല, ഒന്നും കാണാനില്ല. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം ചുവന്ന കൊടി കാണണമെങ്കിൽ, അതിലാണെങ്കിലും മറ്റേ അരിവാളും ചുറ്റുകയില്ല, താൻ വെറും ചുവപ്പല്ലേ ഉള്ളൂ. അപ്പോൾ അത്രയ്ക്ക് ഗതികേടായതുകൊണ്ടാണ് മലയാള മാധ്യമങ്ങൾ കാണിക്കാത്തത്. സോഷ്യൽ മീഡിയ പിന്നെ CPM-ൻ്റെ ആൾക്കാരുണ്ടല്ലോ അവിടെ. ഞാൻ ഈ ബംഗാളിൽ നിന്ന് വേണമെങ്കിൽ എനിക്ക് ഫീഡ്ബാക്ക് എടുക്കാം. ഞാൻ ഇത്തവണ എടുത്തില്ല. എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഞാൻ വൈദ്യത്തിനോട് പറഞ്ഞത്. എനിക്ക് സുഹൃത്തുക്കളുണ്ട് 2-3 പേര്, അവർ ഒരു പ്രോ BJP ആണ്.
പക്ഷേ ഞാനൊരു ഫീഡ്ബാക്ക് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് പറയും. പിന്നെ ഒരാളുള്ളത് പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ്, റിട്ടയേർഡ് കമ്മ്യൂണിസ്റ്റുകാരൻ. ഇപ്പോഴും പുള്ളി കമ്മ്യൂണിസ്റ്റൊക്കെയാണ്, പക്ഷേ വീര്യമൊക്കെ പോയി റിട്ടയറായി, ആക്റ്റീവ് പൊളിറ്റിക്സിലില്ല. പിന്നെയുള്ളതൊരു നക്സലൈറ്റാണ്. അതായത് നക്സലിസം ഏകദേശം നാമാവശേഷമാകുകയും മാവോവാദികൾ കയറി വരികയും ചെയ്തില്ല. അതിൽ നിരാശനായ മനുഷ്യനാണ്. നക്സലുകൾ ഈ അവർ ഭൂവുടമകൾ എന്നൊക്കെ വിചാരിക്കുന്നവർ ആയുധം കൊണ്ട് നേരിടുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അവരുടെ ആയുധം നോർമൽ സാധനമാണ്. അരിവാള്, കാട്ടപ്പാര, ഇതൊക്കെ ഒരു ആക്രമണം. നമ്മുടെ ഇവിടെ നഗരൂർ, കുമ്മൽ, അങ്ങനെ കോങ്ങാട് ചെയ്ത കാര്യങ്ങൾ. ആ ആക്രമണം തുടരാൻ അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. അങ്ങനെ പതുക്കെ ഇത് വസന്തത്തിൻ്റെ ഇടിമുഴക്കം മാത്രമാണ്. അതുകൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവർ ഇടിമുഴക്കം നടത്തിയത്. ഇത് തോക്കെടുത്തിട്ട് ഭരണകൂടത്തെ ആക്രമിച്ച് കീഴടക്കി, മാത്രമല്ല അവരുടെ കൂട്ടുകെട്ട്, അവർക്ക് വരുന്ന പണം, ഇതൊക്കെ കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഞെട്ടിപ്പോയി. നമ്മുടെ കേരളത്തിലും ഉണ്ടല്ലോ ഇതുപോലെ റിട്ടയേർഡ് നക്സലൈറ്റുകൾ. ആ മനുഷ്യൻ നക്സലിസമായിട്ട് ഡിസല്യൂഷൻ്റെ ആയിട്ടല്ല, നക്സലിസം ഈസ് ബീയിങ് ടേക്കൺ ഓവർ ബൈ മാവോവാദീസ്. അപ്പോൾ ഇദ്ദേഹം ആക്ടിവിറ്റി നിർത്തി. അങ്ങനെയുള്ളത് ഇവരോടൊക്കെ ചോദിച്ചെനിക്ക് ഫീഡ്ബാക്കൊക്കെ എടുക്കും. ഞാൻ അതിന് പോയില്ല. നമുക്കൊരു സാമാന്യ അസസ്മെൻ്റ് ഉണ്ടല്ലോ. ഞാൻ തിരഞ്ഞെടുപ്പ് പ്രവചനം നടത്താറില്ല. കാരണം അത് നമ്മൾ പ്രവചിക്കുന്നതും നമ്മൾ നറുക്കെടുക്കുന്നതും ഏകദേശം ഒരേപോലെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ പണി ചെയ്യാറില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ്റെ പുറത്ത് ഞാൻ ഇങ്ങനെ പറയുന്നേ ഉള്ളതാണ്. ഇത്തവണ അവർക്കാണ്, ഞാൻ BJPക്കാണ് സാധ്യത കാണുന്നത്. ബട്ട് ഇന്ത്യൻ വോട്ടറാണ്, അൺപ്രഡിക്റ്റബിളാണ്, എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അവിടെ ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ഈ CPMൻ്റെ കൊടിക്കൊപ്പം SDP-യുടെ കൊടിയും, SDP-യുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി CPM വോട്ട് ചോദിക്കുന്ന, അല്ല അവരൊരുമിച്ച് വോട്ട് ചോദിക്കുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. അത് തമിഴ്നാട്ടിലുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ചർച്ചകൾ കേരളത്തിൽ നടക്കുന്നില്ല. അങ്ങനെയൊരു ബാക്കി വേറെ RSSുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ RSSൻ്റെ ഒരു പരിപാടിക്ക് പോയിട്ടൊരു പിന്നെ പുല്ലി എത്തിയതിനാണ് കൊല്ലത്തോ മറ്റോ മേയർ ഒക്കെ ഞാനൊക്കെ പ്രശ്നമായി പോയത്. പക്ഷേ SDP പോലൊരു ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ കാര്യമേ കേരളത്തിൽ SDPI അൺടച്ചബിൾ അല്ല, പക്ഷെ BJP അൺടച്ചബിളാണ്. RSS 64 അടി ദൂരെ നിൽക്കേണ്ടവരാണ്. അപ്പോൾ SDPI ലെജിറ്റിമേറ്റ് പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് താമസിയാതെ വരും. അത് ഒന്ന് ലീഗലി ഇതിനകത്ത് പ്രശ്നമില്ല. SDP രജിസ്റ്റർ ചെയ്തൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. എന്താ കുഴപ്പം? കേരള കോൺഗ്രസ് പോലെ, CPM പോലെ, BJP പോലെ SDP. അവർക്ക് സീറ്റ് കിട്ടിയില്ല എന്നുള്ളത് വേറെ കാര്യം. അവരെ അൺടച്ചബിളായിട്ട് കൂട്ടേണ്ട കാര്യമില്ല. അവർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പൊളിറ്റിക്കൽ ആമാണ്. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു. ശരി, ആയിക്കോട്ടെ. SDP നിരോധിച്ചിട്ടില്ല, പിന്നെന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഇനി SDP വർഗീയവാദികളാണ് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അല്ല എന്ന് പറയാൻ 110 ആർഗ്യുമെൻറ്റ്സ് അപ്പുറത്തുണ്ടാകും. വേറൊന്ന്, ഈ നമ്മളുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവരുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കൂട്ടുകൂടിയിട്ടുണ്ടാവും. SDP വോട്ട് ചെയ്ത് BJPയുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ജയിച്ചിട്ടുണ്ടാകും. BJP വിട്ടു നിന്നുകൊണ്ട് SDP-യുടെ പ്രസിഡൻറ്റിന് സ്ഥാനം കിട്ടിക്കാണും. ഇതൊക്കെ ചെയ്യേണ്ട. ഇത് നിങ്ങൾ ലോവസ്റ്റ് ലെവലിലേക്ക് പൊളിറ്റിക്സ് കൊണ്ടുവന്നാലുള്ള ഗതികേട് ഇതാണ്. പേഴ്സണാലിറ്റി പൊളിറ്റിക്സാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് സംഭവിക്കുന്നത്. ഇയാൾ എത്ര കണ്ട് മിടുക്കനാണെന്ന് നിൽക്കുന്നത്, അയാൾ SDP ആണെന്ന് ആരും നോക്കാറില്ല. കാരണം നിങ്ങളുടെ ഐഡിയോളജിക്ക് അവിടെ ഒരു സ്ഥാനമില്ലാന്ന് ഞാൻ പറഞ്ഞല്ലേ. ഈ പണ്ട് അദ്വാനിജി പറഞ്ഞിരുന്നു, എ ലാർജ് പോർഷൻ ഓഫ് ഗവേണൻസ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഐഡിയോളജി. ഐഡിയോളജിയിൽ കുടിവെള്ളം കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണ്ടേ? ഏത് തീവ്രവാദിയോ എന്തുമായി കഴിഞ്ഞാൽ അവനെ പിടിച്ച് ജയിലിൽ കൊണ്ടുപോയി വെള്ളം കൊടുക്കണ്ടേ? കുടിവെള്ളം, വൈദ്യുതി, ഗ്യാസ്, ഭക്ഷണം, റേഷൻ, റോഡ്,
ഇതെല്ലാം എല്ലാവർക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ഐഡിയോളജി വരുന്ന ഏരിയ വളരെ കുറവേ ഉള്ളൂ. ബാക്കിയൊക്കെ ലാർജ് ഏരിയ എല്ലാവർക്കും വേണ്ടതാണ്. അതിനകത്ത് ഐഡിയോളജി കടത്തിട്ട് കാര്യമില്ല. സോ പഞ്ചായത്ത് തലത്തിൽ വന്നു കഴിയുമ്പോൾ ഐഡിയോളജി ഈസ് നോട്ട് ഇൻ പ്ലേ. RSSകാരൻ SDPIക്ക് സപ്പോർട്ട് കൊടുത്തു എന്ന് വരും, SDPI CPMനെ സപ്പോർട്ട് ചെയ്തെന്ന് വരും. വെറുതെ അതിനെ ചൊല്ലി വൈകുന്നേരം TV വഴക്കിടാം എന്നുള്ളതല്ല, അതൊരു പ്രയോജനമില്ല. ദിസ് വിൽ ഹാപ്പൻ. കാരണം വോട്ടിംഗ് അങ്ങനെയാണ് വന്നിരിക്കുന്നത്, എന്ത് ചെയ്യും? അപ്പോൾ SDPI ലെജിറ്റിമേറ്റ് ആയിട്ട് വരും. BJPക്കും സംഘപരിവാറിനെതിരെയുള്ള ആക്രമണം കുറേ കൂടെ മുന്നോട്ട് പോകും, കുറേ നാൾ കൂടെ മുന്നോട്ട് പോകും. പിന്നെ വിഷമിച്ച് തുടങ്ങും, പതുക്കെ പതുക്കെ ഓരോരുത്തരായിട്ട് നിർത്താൻ തുടങ്ങും. ഇപ്പോൾ ഈ ഒരു അജണ്ട നടത്തിക്കൊണ്ട് പോകുന്നത് സീനിയർ ജേർണലിസ്റ്റുകളല്ല, ജൂനിയർ ജേർണലിസ്റ്റുകളാണ്. ഒരു 30 വയസ്സിൽ താഴെയുള്ള ഫീൽഡിൽ റിപ്പോർട്ടർ അത് ഇതെന്നൊക്കെ നടക്കുന്നത്. ഇവരാണ് ഇപ്പോൾ ഈ നരേറ്റീവ് കൊണ്ടുപോകുന്നത്. എഡിറ്റോറിയൽ വിഭാഗത്തിലിരിക്കുന്നവർ കുറേശ്ശെ മാറിക്കഴിഞ്ഞു എന്നാണ് എൻ്റെ നിരീക്ഷണം. ഇനിയും ഒരുപാട് പേര് മാറാനുണ്ട്, ബട്ട് മെല്ലെ മാറുന്നുണ്ട്. അതുകൊണ്ട് ഈ റിട്ടയേർഡ് ജേർണലിസ്റ്റുകളുണ്ടല്ല, അവർ ഡിബേറ്റിലൊക്കെ വരും, അവരുടെയൊക്കെ അവരുടെ സംസാരം നോക്കിയോ, അവർ ഈ ഒരു ഹെയ്റ്റ് പ്രൊപ്പഗാൻഡ നടത്തില്ല BJPക്കെതിരെ. കാരണം അവരുടെ ഉള്ളിൽ ഇത് ശരിയല്ലല്ലോ, ദേ ആർ റൂളിങ് ദ കൺട്രി, അല്ല അവർ എന്ത് വർഗീയ. അപ്പോൾ അവർക്ക് ഈ 1950 മുതലുള്ള കഥകളൊക്കെ അറിയാം. അത് വെച്ചിട്ട് അവർ പറയും, നീ എന്താ പറയുക, നീ ജനസംഘത്തിൻ്റെ കൂടെ കൂടിയതല്ലേ. ഇത് പറയുമ്പോൾ എപ്പോൾ, കാരണം ഇവൻ ജനിച്ചിട്ട് പോലുമില്ല 67. ആ സമയത്ത് ഇവർ ജനസംഘവുമായിട്ട് കൂട്ടായിരുന്നു എന്നിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുക്കൻ പിന്നെ ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതി. ഇങ്ങനെ സീനിയർ ജേർണലിസ്റ്റുകൾ ന്യൂട്രലായിക്കൊണ്ടിരിക്കുന്നു. ജൂനിയേഴ്സിനാ ഇപ്പോൾ കോളേജിൽ നിന്ന് ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ SFI. അപ്പോൾ അത് അവരുടെ TV പ്രതിഫലിക്കുന്നു. വൺ ഡേ ദിസ് വിൽ ഹാപ്പൻ. SDPI ലെജിറ്റിമസി നേടും, സംഘപരിവാറിൻ്റെ അൺടച്ചബിലിറ്റി കുറഞ്ഞു വരും. പക്ഷേ ഈ രണ്ടാമത് പറഞ്ഞ കാര്യത്തിൽ കൂടുതൽ സമയമെടുക്കും. കാരണം സംഘപരിവാർ അവർക്ക്, SDPI അവർക്ക് പ്രശ്നമല്ലെന്നേ. ഈ ഞാൻ പറയട്ടെ, കേരളത്തിൽ മാത്രമായിട്ട് ഒരു ഇസ്ലാമിക ഭരണം വരാൻ സന്തോഷമായിട്ട് സമ്മതിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലെ ഭൂരിഭാഗം മാധ്യമപ്രവർത്തകർക്കും. ഒരു കുഴപ്പമില്ല. ദ ഡെപ്ത് ഓഫ് ദെയർ ഫോൾ ഭീകരമാണ്. അപ്പോൾ അത് ദാറ്റ് വിൽ ഗിവ് ലെജിറ്റിമസി ടു SDPI. ഇപ്പം എന്താ നിങ്ങളുടെ ആ ഒരു കല്യാണം നടന്നല്ലോ, ഏതാ ഒരു പെങ്കൊച്ച്, അത് അയാൾ മുസ്ലിം ആയതുകൊണ്ടല്ലേ അത് വലിയ ആഘോഷമായത്. അയാളും ഹിന്ദു തന്നെയായിരുന്നു വെച്ചോ. മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു ഹിന്ദു ഓടി വരുന്നു, മധ്യപ്രദേശിൽ നിന്നൊരു ഹിന്ദു ഓടി വരുന്നു. ആണും പെണ്ണും ഹിന്ദുവാണ്. ഇവിടെ കല്യാണം കഴിച്ച് കൊടുക്കുക, നമ്മാഷ് പോവുക, രജിസ്റ്റർ മാരേജ് നടത്താൻ പറ്റിയ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട്. ഈ ഹിന്ദുവിനും മുസ്ലിമിനും മാത്രമല്ല, ഹിന്ദുവിനും കൂടെ ഒളിച്ചോടാനല്ല, എത്രയോ പേര് അങ്ങനെ ഒളിച്ചോടിയിരിക്കുന്നു. നമ്മളൊക്കെ അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ട് കല്യാണം കഴിപ്പിച്ചിരിക്കുന്നു. ഇത് വലിയ കാര്യമാണ്. ബട്ട് ഇത് ആഘോഷിക്കപ്പെട്ടു. ഒളിച്ചോടുന്ന പിള്ളേരെ കല്യാണം കഴിക്കുന്നതോ കല്യാണം കഴിപ്പിക്കുന്നതോ വലിയ കാര്യമല്ല. ബട്ട് ഇത് ആഘോഷിക്കാൻ കാര്യം ആ ചെറുക്കൻ മുസ്ലിം ആയതുകൊണ്ടാണ്. ആ ചെറുക്കനും ഹിന്ദു ആണെങ്കിൽ അത് വിഷയമേ അല്ല. പിന്നെ ചെറുക്കൻ ഹിന്ദുവും പെണ്ണ് മുസ്ലിമും ആണെങ്കിലും എന്നാൽ പിന്നെ വായുജത്തിന് തല്ല് കിട്ടും. എൻ്റെ കാര്യം പറയണ്ട, നമ്മളെ ചുമ്മാ അങ്ങ് തല്ലും വഴിയിൽ വെച്ച്. ഒരു കാര്യം കൂടി, ഈ അമിത്ഷാ അവിടെ ക്യാമ്പ് ചെയ്ത് മാത്രമല്ല, ഗുണ്ടകളുടെ കാര്യം മെയ് 4 ശേഷം തീരുമാനിക്കും എന്നൊക്കെയുള്ള രീതിയിൽ അമിത്ഷാ സംസാരിക്കുന്നു. മോദിയും അങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതെന്തെങ്കിലും ഒരു തീരുമാനിച്ചുറച്ചിട്ടുള്ള കാര്യമാണ്? ഗുണ്ടകളെ നേരിടുക എന്നുള്ളത് അത് സെൻട്രൽ ഏജൻസീസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് സ്ട്രാറ്റജി ഒന്നുമില്ല, ഫോഴ്സ് ഉപയോഗിക്കും. ആ ഫോഴ്സ് ഇപ്പോൾ 300 കവചിത വാഹനങ്ങൾ ഇവിടുന്ന് കാശ്മീരിൽ നിന്ന് ബംഗാളിലെത്തിയിട്ടുണ്ട്. അതിൽ 200 എണ്ണം ബംഗാളിൽ കിടന്നു, 100 എണ്ണം അവിടുന്ന്
മണിപ്പൂരിലേക്ക് പോയി. വാസ്തവത്തിൽ ഈ 300 എണ്ണവും മണിപ്പൂരിലേക്കുള്ളതാണ്. ബംഗാൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വായജത്തെ മണിപ്പൂർ ഈസ് ഗോയിങ് ടു ബി ഹാൻഡിൽഡ് റൂത്ത്ലെസ്ലി. അവിടുത്തെ നോൺസെൻസ് അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ആർമേഡ് വെഹിക്കിൾ എന്ന് പറയുന്ന കവചിത വാഹനം, അത് മിലിറ്ററിയുടെ വലിയൊരു വെച്ചാൽ അതിൻ്റെ നേർക്ക് ബോംബ് എറിഞ്ഞാൽ അതിനൊന്നും സംഭവിക്കില്ല, ഗ്രനേഡ് എറിഞ്ഞാൽ ചുമ്മാ ഇങ്ങോട്ടങ്ങ് വരികയാണത്. അതാണ് ആർമേഡ് വെഹിക്കിൾ. അപ്പോൾ ഈ ആർമേഡ് വെഹിക്കിൾ വെൻ ദേ ഡിപ്ലോയ് ഇറ്റ് ഫ്രം കാശ്മീർ ടു മണിപ്പൂർ, അതിനിടയ്ക്ക് തൽക്കാലം ഒന്ന് ബംഗാളിൽ ഒന്ന് പെരുമാറിയിട്ട് അവരും മണിപ്പൂരിലേക്ക് പോകും. മണിപ്പൂർ ശാന്തമാക്കിയിട്ടേ മോദി അടങ്ങുള്ളൂ. കാരണം അവിടെ ഇപ്പോൾ എന്താ നടക്കുന്നത്, ചുമ്മാ തോക്കെടുത്തതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ മിനിഞ്ഞാന്നും 3 പേര് മരിച്ചു. അവർ ഇപ്പോൾ ചെയ്യുന്നത് നമ്മുടെ മ്യാൻമർ ബോർഡർ കംപ്ലീറ്റ് സീൽ ചെയ്യും മിലിറ്ററി വെച്ചിട്ട്. ഇന്ത്യൻ മിലിറ്ററി, ആസാം റൈഫിൾ, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, CRPF, ഈ 4 പേരാണ് മണിപ്പൂർ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അതിപ്പം ഈ ബംഗാൾ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ, ചിലപ്പോൾ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ആക്ഷൻ മണിപ്പൂരിൽ തുടങ്ങും. കാരണം ഇറ്റ് ഈസ് അൺബെയറബിൾ ഈ നോൺസെൻസ്. അപ്പോൾ അതുകൊണ്ട് ലോ ആൻഡ് ഓർഡർ നോക്കാനായിട്ട് മോദിയും അമിത്ഷായും തമ്മിൽ ഗൂഢാലോചനയൊന്നും വേണ്ട. അത് അതിൻ്റെ ഏജൻസികൾ നോക്കിക്കോളും.